കാക്കനാട് ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വീടാണ് ഇന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. പള്ളിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് മെയിൻ ബസ് റൂട്ടിൽ നിന്നും 300 മീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ് ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന വീടും കൂടിയാണ്. 4 സെൻറ്റ് 175 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 1465 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. നമുക്കിനി വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. വീതിയുള്ള ഇന്റേണൽ റോഡാണ് ഇതിന് വന്നുള്ളത്. ടാർ ചെയ്തിരിക്കുകയാണ്. കാക്കനാട് ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തായിട്ട്, അതായത് പുതിയ ലോഞ്ച് ചെയ്തിരിക്കുന്ന ടിൻ ടവറിനോടൊക്കെ വളരെ അടുത്തായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരെ ഇതിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. 2 വാഹനങ്ങൾ കോമ്പൗണ്ടിൻ്റെ അകത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയായിട്ട് പോർച്ച് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇവിടെ പവർ പോയിൻ്റ് വരുന്നുണ്ട്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് വെസ്റ്റിലേക്കാണ്. നോർത്ത് ഈസ്റ്റിലാണ് ഇതിൻ്റെ വെല്ല് വന്നുള്ളത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടും വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബഡ്ജറ്റിൽ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസോട് കൂടിയുള്ള വീട് വളരെ വിരളമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. ഇവിടെയാണ് വെല്ല് വന്നുള്ളത്. ഈ ഭാഗം ഈസ്റ്റ് സൈഡാണ്. ഇവിടെയും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീടിനകത്തേക്ക് വരികയാണ്. സിറ്റ് ഔട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. നോർത്തിലേക്കാണ് പടവുകൾ വന്നിട്ടുള്ളത്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് വെസ്റ്റിലേക്കാണ്. മെയിൻ ഡോർ വന്നിരിക്കുന്നത് വെസ്റ്റിലേക്കാണ്. വലിപ്പമുള്ള കട്ട്ള തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 പീസ് ഡോറാണ് വന്നുള്ളത്. നല്ല മരത്തിൽ തീർത്ത ഡോറ് വന്നിട്ടുണ്ട്. നേരെ നമ്മളിപ്പം ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസും കൂടിയാണ്. അപ്പം ഇത് നോർത്ത് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡ്. ഡബിൾ സൈഡിൽ ഒരു ഭിത്തി സിമെൻറ്റ് ടെക്സ്റ്ററൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മേലെ ഡബിൾ ഹൈറ്റ് ആണ്. വലിയൊരു ഹാങ്ങിങ് ലൈറ്റൊക്കെ നമുക്ക് ഹാങ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇതാണ് TV സ്പേസ് വന്നുള്ളത്. TV സ്പേസും ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത്രയാണ് ലിവിങ് സ്പേസിൽ വന്നിരിക്കുന്നത്. നേരെ ഡൈനിങ്ങിലേക്ക് വരികയാണ്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ആണ്. വിത്ത് ഓപ്പൺ കിച്ചണോട് കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൗണ്ടർ വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. മേലെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഭംഗിയുള്ളൊരു കവറിങ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഡൈനിങ് ടേബിൾ കൊടുക്കാവുന്നതാണ്. സ്റ്റെയറിനടിയിൽ ഒരു ഭാഗത്തായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസും കവറിങ്ങും ഒക്കെ വരുന്നുണ്ട്. ഇനി വാഷ് കൗണ്ടർ ആണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ടാണ് വന്നുള്ളത്. വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടർ വിത്ത് സ്റ്റോറേജ് സ്പേസ്. ബാക്ക്ഗ്രൗണ്ടിൽ ലാമിനേഷൻ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിയ മിറർ വരുന്നുണ്ട്. ടവൽ റാൻഡും സോപ്പ് ട്രേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു വാഷ് കൗണ്ടറും കിട്ടിയിട്ടുണ്ട്. നേരെ നമുക്ക് കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡും ഹോപ്പൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. കൈ എത്തുന്ന ദൂരത്തെല്ലാം കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഫുഡും ഹോപ്പിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ക്വാളിറ്റി ഉള്ളൊരു സിങ്കും 2 ടാപ്പും വന്നിട്ടുണ്ട്. നമുക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്തേക്ക് വരാം. ചുറ്റും സ്പേസ് വരുന്നുണ്ട്. വേണമെങ്കിൽ വർക്ക് ഏരിയ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇവിടെ അതിനുള്ള പ്ലംബിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ചുറ്റും നടക്കാനുള്ള സ്പേസ് ഉണ്ട്. ബാക്കിൽ ഇത്രയും സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. ചെറിയ പച്ചക്കറി ഐറ്റംസൊക്കെ നമുക്കിവിടെ നടാവുന്നതുമാണ്. നമുക്കിനി വീടിനെ ബെഡ്റൂമിൻ്റെ അകത്തേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇതാണ് വെസ്റ്റ് സൈഡ് വന്നുള്ളത്. അപ്പോൾ നമുക്ക് സൗത്ത് സൈഡിലേക്ക് ഹെഡ് പൊസിഷൻ വെക്കാവുന്നതാണ്. വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഏകദേശം ഒരു 15 അടിയോളം നീളം വന്നിട്ടുണ്ട്. 11 അടിയോളം വീതിയും വന്നിട്ടുണ്ട്. മേലെ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്കാണ് ഇതിൻ്റെ ബാത്റൂം വന്നുള്ളത്. കയറി വരുമ്പോൾ തന്നെ ആയിട്ട് ഒരു വാഷ് ബേസിൻ. ഇനി ഇവിടെ ഒരു മിററും ലൈറ്റും മാത്രമേ ആവശ്യമുള്ളൂ. 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ, അതുപോലെ ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റാണ് വന്നുള്ളത്. താഴെ മേലേക്ക് മാറ്റ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഫൈബർ ഡോറും വന്നിട്ടുണ്ട്. ഇതും ബാത്ത് അറ്റാച്ച്ഡാണ്. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. 12.5 അടി നീളം വന്നിട്ടുണ്ട്. 12 അടി വീതിയും വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡാണ്. മേലെയും സീലിംഗ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡാണ്. നമുക്ക് ബാത്റൂം ചെക്ക് ചെയ്യാം.
വാഷ് ബേസും വന്നിട്ടുണ്ട്. മിററിനും ലൈറ്റിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 2 ടാപ്പും ഷവർ കോക്കും റെയിൻ ഷവറും വന്നിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. ഹീറ്ററിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഫൈബർ ഡോറാണ് ഇതിന് വന്നുള്ളത്. ടൈൽ യൂസ് ചെയ്തിരിക്കുന്നത് മാറ്റാണ്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് കയറുകയാണ്. സ്റ്റെയർ വന്നിരിക്കുന്നത് ടൈലിലാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വന്നിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ടൈലായതുകൊണ്ട് തന്നെ ഗ്രിപ്പുള്ളൊരു ടൈലാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് കയറി ലാൻഡ് ചെയ്തിട്ട് വീണ്ടും കയറുന്ന രീതിയിൽ. ഈസ്റ്റ് സൈഡിൽ ഇവിടെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസ് ആണ്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഫസ്റ്റ് ബെഡ്റൂമിലാണ് വന്നുള്ളത്. വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമാണ്. ഇത് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് ആയിട്ട് വരും. 12 അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. ഈ ബാത്റൂമിലേക്ക് കയറുന്ന എൻട്രൻസിൽ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. ബാത്റൂമിൽ വാഷ് ബേസിൻ, 2 ടാപ്പ് ഷവർ കോക്ക്, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഹീറ്ററിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. റെയിൻ ഷവർ ആണ് വന്നുള്ളത്. താഴെ മേലെ മാറ്റ് ടൈലാണ് കൊടുത്തുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് പോകുന്നത്. അതിവിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബെഡ്റൂമായിട്ട് നമുക്ക് കൂട്ടിയെടുക്കാവുന്നതുമാണ്. ഓപ്പൺ ടെറസ് ഏരിയയ്ക്ക് കയറാനായിട്ട് ലാൻഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ്റെ പവർ പോയിൻറ്റും വാട്ടർ പോയിൻറ്റും ഒക്കെ വന്നിട്ടുണ്ട്. ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് നമുക്ക് അലക്കി വിരിക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ധാരാളം വലിപ്പമുള്ളൊരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് മാറുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. ബാൽക്കണിയിലേക്ക് പോകുന്നത് ഒരു കോറിഡോർ പോലെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ലിവിങ് സ്പേസിലേക്കുള്ളൊരു വ്യൂവും കൂടിയുണ്ട്. ബാൽക്കണിയിലേക്ക് വരികയാണ്. കവേർഡ് ബാൽക്കണിയാണ്. സ്ക്വയർ ട്യൂബിൻ്റെ ഹാൻഡിലൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ഊഞ്ഞാലൊക്കെ കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ നല്ലൊരു ബാൽക്കണിയും കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ റോഡാണ്. അപ്പോൾ മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. കാക്കനാട് ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. 4 സെൻറ്റ് 175 ലിങ്സ് ലാൻഡിൽ 1465 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ് നമ്മളിപ്പോൾ കണ്ടത്. വിശാലമായുള്ളൊരു കോമ്പൗണ്ടാണ്. അതായത് 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. വെൽ വാട്ടർ വരുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് ബസ് സ്റ്റോപ്പും വളരെ അടുത്താണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 56 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീടിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മടിക്കാതെ കോൺടാക്റ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.